100 രൂപ കിറ്റ് ഇപ്പോൾ 1000 രൂപ വരെയൊക്കെയുള്ള ക്ഷേമ പെൻഷനുകളായി രൂപാന്തരം പ്രാപിക്കുന്നു. അതാണ് നമ്മൾ കാണാനുള്ളത്. ഇത് ഇലക്ഷൻ കണ്ടുകൊണ്ടൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ, പൊതുജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഈ 5.5 വർഷം എവിടെ വരെ ആയിരുന്നു ഈ ക്ഷേമം? ഇത് ആരെങ്കിലും ചിന്തിക്കുമോ? ഇല്ല. ജനങ്ങളുടെ കുഴപ്പം ഇതാണ്. അതായത് ഈ പൊതുജനങ്ങളെ എങ്ങനെ കബളിപ്പിക്കണമെന്ന് ഈ രാഷ്ട്രീയക്കാർക്കറിയാം. അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അത് ഈ വ്യത്യാസമൊന്നുമില്ല. ഈ 5 വർഷം 5.5 വർഷം ഇവർ ഭരിച്ചു. ഈ 5.5 വർഷം ഇവരെവിടായിരുന്നു ഈ ക്ഷേമ പദ്ധതി? അതായത് 1000 രൂപ അതായത് ഇവർക്ക് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ആർക്കാ? ആശമാർക്ക് 1000 രൂപ പ്രതിമാസം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്തുന്നറിയാം, ഒരു ദിവസം ഒരു 33 രൂപ. ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 233 രൂപ. അതിൻ്റെ കൂടെ 33 രൂപയും കൂടെ കിട്ടും. ഇത് കിട്ടിയാൽ ഒരു ദിവസത്തെ കൂലി ഇത്രയായിട്ട് കിട്ടിയാൽ ആർക്കെങ്കിലും കഴിയാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ? ഒരിക്കലും പറ്റത്തില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ആശമാർക്ക് അവർക്ക് കൊടുക്കുകയല്ല. ബാക്കി ഇതേപോലെ ഒരുപാട് പേർക്ക് പെൻഷനും ഒക്കെ അങ്ങ് പറഞ്ഞേക്കാണ് കേട്ടോ. 10,000 കോടി രൂപ നടപ്പാക്കിയെടുക്കാൻ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് 10,000 കോടി രൂപ വേണം. പണം ഉണ്ടായിട്ടല്ല കൊടുക്കുന്നത്, ഇല്ലെങ്കിലും കൊടുക്കും. എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഇത് ഈ ജനങ്ങൾ തിരിച്ചറിയണം. അതായത് ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് 1600 രൂപ ആയിരുന്നു. അത് 2500 രൂപ ആക്കുമെന്നായിരുന്നു ഇവരുടെ തെരഞ്ഞെടുപ്പ് ആദ്യത്തെ വാഗ്ദാനം. പക്ഷേ അത് കഴിഞ്ഞ 5.5 വർഷവും അത് പാലിച്ചില്ല. പക്ഷേ ഇപ്പോൾ അത് 2000 രൂപയായിട്ട് മാറ്റി പ്രതിമാസം, അതായത് 400 രൂപ കൂട്ടി. നല്ല കാര്യമാണ്. കാരണം ഇവർക്ക് ആർക്കും കൊടുക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, കൊടുക്കണം. അവർക്ക് അർഹതയുള്ളതാണ് പാവങ്ങൾക്ക്. ഇത് ചെയ്യേണ്ടതാണ്, ഗവൺമെൻറ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. ഈ ആവശ്യക്കാർക്കൊക്കെ പെൻഷൻ കൊടുക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന് പറയുന്നത്, അതിനൊക്കെയായി ഗവൺമെൻറ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉള്ളത്. പക്ഷെ അതൊക്കെ ഇവർ ഈ 5.5 വർഷം വരെ ഇത് ഓർത്തില്ലല്ലോ. ഇപ്പോൾ എടുത്തു വെച്ച് പറയാൻ കാര്യം 2-3 കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. ഒന്ന്, ഈ PM ശ്രീന്ന് അവസാനം മുട്ടുമുടക്കി തോറ്റതിൻ്റെ ഒരു ജാള്യതയുണ്ട്. മുഖത്ത് നോക്കാൻ വയ്യ. അപ്പം മുഖത്ത് നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും വേണ്ടേ? അല്ലെ, ബഹുമാനപ്പെട്ട പറയാൻ മറന്നുപോയി, ക്ഷമിക്കണം. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും വേണ്ടേ? മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും വേണ്ടേ? അതുകൊണ്ട് ഓരോ പ്രഖ്യാപനങ്ങൾ അങ്ങ് നടത്തുകയാണ്. 700 കോടി രൂപ മുടക്കാൻ കൈ കാശില്ല. പക്ഷേ ഈ 10,000 കോടി രൂപയുടെ ക്ഷേമ പെൻഷനുകളും എല്ലാം പദ്ധതികളും പ്രഖ്യാപിക്കാനായിട്ട് ഒരു കുഴപ്പമില്ല. പ്രഖ്യാപനം വളരെ എളുപ്പമാണ് വിളിച്ച് പറയാൻ. പക്ഷേ ഇത് കൊടുക്കുന്ന സമയത്ത് ആ കുഴപ്പം വരുന്നത്. ഇത് ഇട്ടിട്ട് ഇനി ഇതിന് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2000 രൂപയായിട്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. അത് 2500 എന്നായിരുന്നു ആദ്യം ഇവരുടെ ഒരു ഓഫർ. പക്ഷേ അതിപ്പോൾ 2000 രൂപ. കാരണം പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് 2000 നമുക്ക് ക്ഷമിക്കാം. പിന്നെ അടുത്തത് കേട്ടോ, ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞിട്ട് 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസം. നല്ല കാര്യമാണ്. പല രാജ്യങ്ങളിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ 35-നൊന്നും ആരും കൊടുക്കാറില്ല. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ഇപ്പം മലേഷ്യയിൽ മുതലുള്ള രാജ്യങ്ങളിലെല്ലാം അവരുടെ ബാങ്കിൽ ഇതുപോലുള്ള ഈ പിച്ചക്കാശൊന്നും അല്ല ചെല്ലുന്നേ, വലിയ തുകയാണ് ചെല്ലുന്നത്. ഒരു 9,000 രൂപ 10,000 രൂപ വരെ നമ്മുടെ കണക്കനുസരിച്ച് നോക്കിയാൽ ഒരു 12,000 രൂപ വരെ ഉള്ളത് അവർക്ക് മാസം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ചെല്ലും. ഇതിന് പോയി കൈ നീട്ടേണ്ടതായിട്ടോ ഇതിന് കുടിശ്ശികയെന്നോ ഒന്നും പറയുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് 4% അവരുടെ ക്ഷാമബത്ത ഒരു കുടിശ്ശിക കൊടുത്തിട്ടുണ്ട്. ക്ഷാമബത്ത കുടിശ്ശിക 37%, 27% മറ്റോ ആയിരുന്നു കുടിശ്ശിക ഉള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇതിൻ്റെ കുടിശ്ശിക ഇനിയും കൊടുക്കാനുള്ളത് 21% ഏതാണ്ടുണ്ട്. 21 31 കുടിശ്ശിക ഞാൻ മറന്നുപോയി. ഏതായാലും അത്രയും ശതമാനം കുടിശ്ശിക കൊടുക്കാനുണ്ട് അവർക്ക്. അതെന്ന് കൊടുക്കും എന്നുള്ളതൊന്നുമില്ല. പക്ഷേ ഈ 4% അങ്ങ് അനുവദിച്ചു. നേരത്തെ പണ്ടേ കിട്ടേണ്ട കുടിശ്ശികയാണ്, അതാണ് ഈ അനുവദിക്കുന്നത്. ആശമാർക്ക് 1000 രൂപ. ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ അവരെ അങ്ങ് സഹായിച്ചേക്കുന്നതാണ്. അവർ തെരുവ് കിടക്കുകയാണ്, കഷ്ടപ്പെടുന്ന ആ സഹോദരിമാർ. അവർക്ക് 1000 രൂപ എന്ത് ചെയ്യാനൊക്കും? ദിവസം 33 രൂപയാണ് വർധന വന്നേക്കുന്നത്. ഈ 260 രൂപയ്ക്കകത്ത് 263 33 എന്നുള്ളത് ഇപ്പോൾ ഒന്ന് കണക്കൊന്നുകൂടെ നോക്കണം. ഇത് കാരണം പണ്ട് മുതലേ ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ അവരുടെ കാര്യം മറന്നിരിക്കുക ഈ കാര്യത്തിൽ. കാരണം അവരുടെ നിലവിളികളെന്ന് പറയുന്ന അന്തരീക്ഷത്തിൽ ലയിക്കുന്നതല്ല, വനരോധനങ്ങളല്ലാതെ ഇവരുടെ ഒന്നും ചെവി കയറുന്നില്ല. അങ്ങനെ
ഏതായാലും ശരി, അവർക്ക് ഈ 33 രൂപയുടെ വർധനയ്ക്ക് വേണ്ടിയാണോ ഇത്രയും നാൾ ഒരു വർഷമായിട്ട് ഇവർ റോഡിൽ തെരുവ് കിടക്കുന്നത്? അവർ പറയുന്ന കാര്യത്തിൽ വളരെ ഈ പ്രധാനപ്പെട്ട കാര്യമല്ലേ അവർ പറയുന്നത്. ബാക്കിയുള്ള മേഖലകളിലൊക്കെ ഇവർ വർദ്ധിപ്പിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ വളരെ കുറവല്ലേ. ഇതേപോലെയാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് കേട്ടോ ഒരു 10,000 രൂപയുടെ അത് പണം, അതായത് 1000 രൂപ അവർക്കും വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്നുണ്ട് അവരുടെ പഠനത്തിനായിട്ട് യോഗ്യതയുള്ള. അത് അങ്ങനെയുള്ള വിദ്യാർത്ഥികളെന്ന് പറയുന്നത് വളരെ കുറച്ച് പേരാണ്. ഏതാണ്ട് 5 ലക്ഷം പേർക്ക് അത് പ്രയോജനം ചെയ്യും എന്ന് കണക്കാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കാനുണ്ടായിട്ടല്ല, കയ്യിൽ കൊടുക്കാനില്ല. പക്ഷേ പറയാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ, കാരണം ഇലക്ഷനല്ലേ. ഇപ്പോൾ ഈ ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും ശരി, ഈ അവർ ഭരിച്ച് അങ്ങോട്ട് നമ്മളെ അങ്ങ് മുടിക്കും, തൊലച്ചതിന് ശേഷം ഒരു 5.5 വർഷമാകുമ്പോൾ അടുത്ത 6ാമത്തെ വർഷം അടുത്ത ഇലക്ഷനല്ലേ വരാൻ പോന്നേ. അപ്പോൾ ഉടനടി നോക്കുമ്പോൾ അത് ശരി, എങ്ങനെയെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് ഇവരുടെ വോട്ട് വാങ്ങിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നുണ്ടെങ്കിൽ 100 രൂപയുടെ കിറ്റ് കൊടുത്ത് അത് വാങ്ങിച്ച് നക്കിക്കൊണ്ട് എല്ലാ അമ്മമാരും പോയി കുത്തി കൊടുത്ത് വോട്ട് റെഡിയാക്കി. അതിനുശേഷം കണ്ട അഴിമതികൾ നമ്മൾ കാണുന്നതാണല്ലോ. പക്ഷെ നമ്മളിത് മറന്നു പോകും. ഇവർ ഈ 5 വർഷം ചെയ്യുന്ന അഴിമതികളും നമ്മൾ മറന്നു പോകും. ഒരു പ്രശ്നവും നമുക്കില്ല. ഇവർ 5 വർഷം ചെയ്യുന്ന എല്ലാ കെടുതികളും നമ്മൾ മറക്കും, എല്ലാ ക്രൂരതകളും നമ്മൾ മറക്കും. അവരൊന്ന് ചിരിച്ചാൽ മതി, കാര്യം തീർന്നു. അവർ വരും നമ്മുടെ അടുത്ത് വീണ്ടും വീണ്ടും കയറി വന്ന് വോട്ട് ചോദിക്കും, കൊച്ചുങ്ങളെ എടുത്ത് മൂക്കള വിഴിയും, ഇതെല്ലാം ചെയ്യും കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് അവിടെ അവർ നോക്കും, അവിടെ തടവും ഇവിടെ തടവും, വലിയ കാര്യമായിട്ടൊക്കെ ചെയ്യും. വല്യമ്മയും വല്യപ്പനെയും ഒക്കെ തടവും. ഇത് വലിയ കാരണം അവർ കാണിക്കണ്ടേ ഇതൊക്കെ. ഇത് കഴിഞ്ഞ് ജയിച്ചു വന്നാൽ കഴിയുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കണ്ട ഒരു MP എടുത്ത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഒന്നുമില്ലാത്ത ഒരാളാണ്, അയാളുടെ വീടിൻ്റെ പണിയുടെ കാര്യത്തിന് ധനസഹായം ചോദിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു അപേക്ഷയാണ്. അത് കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തു. ഇത് കൊണ്ടുപോയി പഞ്ചായത്തിൽ കൊടുക്ക്. വേണ്ട, ഇതെനിക്ക് തരണ്ട, അതൊക്കെ പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കാൻ. പിന്നെ ഇയാൾ എന്തിനാ MP ആയത്? ഒന്ന് ചിന്തിക്കണ്ടേ. ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് പറഞ്ഞതാണ്. പക്ഷേ ഇത് ജനങ്ങൾ മറന്നുപോകും. കാരണം ഇതിപ്പോൾ 2-3 മാസം മുമ്പ് സംഭവിച്ചല്ലേ, ദൃശ്യമാധ്യമങ്ങളിലെല്ലാം കണ്ടതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ അത് ആളുകൾ മറക്കും. അതൊക്കെ പ്രശ്നമല്ല. ഇത് മറവിയാണല്ലോ മനുഷ്യന് ഏറ്റവും വലിയ ഗുണം ദൈവം തന്നേക്കുന്നത്. മറക്കാനുള്ള കഴിവ്, പൊറുക്കാനുള്ള കഴിവ്. നമ്മൾ മറക്കും, പൊറുക്കും. അതാണ് ഇവരുടെ ആയുധം. നമ്മുടെ മറവി ഇവരെല്ലാം മുതലെടുക്കും. അപ്പോൾ ഈ 100 രൂപ കിറ്റിന് പകരമാണ് ഇപ്പോൾ വന്നേക്കുന്ന ഇത്. ഇനി ഇത് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ? ഇത് എവിടെ നിന്നെടുത്താൽ കൊടുക്കുന്നേ? ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഗുസ്തി കൂടേണ്ട ഗതികേട് വന്നിരിക്കുക. കാരണം PM ശ്രീ എന്ന് പറയുന്ന ഒരെണ്ണത്തിനകത്ത് കയറി ധാരണാപത്രം അങ്ങ് ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ടെന്ന് വെച്ചാൽ വളരെ രഹസ്യമായിട്ടാണ്. പക്ഷേ അതിഞ്ഞ് വെളി വന്നപ്പോഴത്തേക്ക് വിചാരിച്ചില്ല ഈ CPI ഒന്നും ഇത്രയും പെട്ടെന്ന് ഇതുപോലെ പ്രതികരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഓർത്തില്ല. അതാണ് കാരണം, പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് അവർ നല്ല രീതിയിൽ പ്രതികരിച്ചപ്പോൾ വേറെ മാർഗമില്ല, അത് മരവിപ്പിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട, അത് നടപ്പാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ കത്ത് കിട്ടിയാലോ? അവർ ഈ വാഗ്ദാനം കൊടുത്തല്ലേ. ഇവിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ SSIന്ന് കിട്ടേണ്ട സർവശിക്ഷാ അഭിയാൻ, അതിൽ നിന്ന് കിട്ടേണ്ട പണം എന്ന് പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹതയുള്ളതാണ്, അവകാശമാണ് സർക്കാരിൻ്റെ ഓരോ സംസ്ഥാനങ്ങളുടെയും. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദാരതയല്ലത് കൊടുക്കേണ്ടത്, അവരുടെ ഔദാര്യമൊന്നുമല്ല. അപ്പോൾ അവകാശത്തിന് വേണ്ടി സുപ്രീം കോടതി കേസ് കൊടുത്തു. പക്ഷേ തമിഴ്നാടിനത് പറയാം, വി ആർ നോട്ട് പ്രിപ്പയർഡ്, ഞങ്ങൾ ബാക്കിയൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, പാഠ്യപദ്ധതി ഇവിടെ നല്ലതായിട്ട് നടക്കുന്നുണ്ട്, നമ്മളതൊക്കെ ചെയ്യും. പക്ഷേ സർവശിക്ഷാ അഭിയാൻ SSIന്ന് കിട്ടാനുള്ള പണം ഞങ്ങൾക്ക് കിട്ടണം എല്ലാ സംസ്ഥാനത്തിനും. അത് ഇക്വാളിറ്റിയാണ്, കൊടുത്തേ പറ്റുള്ളൂ. അത് കോടതി ഓർഡർ ചെയ്യും. എന്നാൽ കേരളത്തിന് ഇത് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെ സമയം കളയാനില്ലായിരുന്നെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞാൽ സമയം കളയാനില്ല. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ കാഴ്ചപ്പാട് വളരെ വലുതാണ് കേട്ടോ. എന്തൊരു ഉദാരമായ സമീപനം എന്നറിയോ. അത്രയും സമയം കളയുന്നതിൽ അർത്ഥമില്ലെന്നാണ് കോടതി പോകുന്നതേ, സമയം കളയാനാന്ന്. ഇവരെല്ലാം ശരിയായി കൊടുക്കും, കോടതികളൊന്നും ശരിയാക്കത്തില്ല, അതാ കാര്യം. സമയം കളയുക. കോടതി ശരിയാണ്, ഒരുപാടെണ്ണത്തിൽ സമയം കളയുന്നുണ്ട് ഓരോരുത്തരുടെ കാര്യത്തിൽ എന്നൊക്കെ തോന്നും, വിളിച്ചു പറയുകയൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടെന്നൊക്കെ, അല്ലാതെ കാര്യമൊന്നും ഉള്ളതല്ല.
കോടതി പോയിരുന്നെങ്കിൽ അതിന് നേട്ടം ഉണ്ടായിരുന്നു. അതിന് പകരം ഈ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം അങ്ങോട്ട് എന്നിട്ട് ഞങ്ങളിത് നടപ്പാക്കാൻ തയ്യാറല്ല, പക്ഷേ ഞങ്ങൾക്ക് പണം കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇത് എഗ്രി ചെയ്തേ എന്ന് ചോദിക്കത്തില്ലേ. ഒരിക്കലും ഇനി തമിഴ്നാടിൻ്റെ സ്റ്റാൻഡിലേക്ക് കേരളത്തിന് വരാൻ ഒക്കത്തില്ല. അപ്പോൾ അങ്ങനൊരു പ്രശ്നം അതിലുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഇവർ ഇതൊക്കെ ഇലക്ഷൻ വരെ ഇതുപോലുള്ള ഒരുപാട് വാഗ്ദാനങ്ങളും ഒക്കെ തരും കേട്ടോ. ഇതെല്ലാം തരും. ഇതെല്ലാം തന്നതിന് ശേഷം പണമില്ല. ഇനി ഏതെങ്കിലും ആ ഇലക്ഷൻ്റെ ഉണ്ടല്ലോ, ആ വോട്ടങ്ങോട്ട് കുത്തുന്നതിൻ്റെ ഒരു മാസം മുമ്പ് ഒരു മാസത്തെ കാര്യം ചിലപ്പോൾ നടന്നെന്നിരിക്കും ഇത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു ഇല്ല. എവിടെ നിന്ന് എടുത്ത് തരും? പിന്നെ ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ഇനി വരാൻ പോകുന്നവരുടെ മണ്ടയിലോട്ട് ഇടാനുള്ള പൊളിറ്റിക്കൽ ജിമ്മിക്കല്ലേ ഇത്? ഇതല്ലേ സംഭവം. ഈ നോക്കിയിരിക്കുന്നത് ഈ ഇലക്ഷൻ അടുക്കുന്നത് വരെ ഇത് നോക്കിയിരിക്കും. ഇലക്ഷൻ പ്രഖ്യാപനം അങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ പണികളൊക്കെ നടത്തും. കാരണം പിന്നെ ഇത് പ്രഖ്യാപിക്കാൻ ഒക്കത്തില്ല, വയലേഷനാണ്, ചട്ടങ്ങൾ വയലേറ്റ് ചെയ്യുന്നതിന് തുല്യമാവും. അതുകൊണ്ട് ഇതൊക്കെ ജനങ്ങളുണ്ടല്ലോ, ഇത് കാത്തിരുന്ന് കാണണം. ഇങ്ങനെ ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നത് എല്ലാം നല്ലതാണ്. പക്ഷേ ഈ 5 വർഷം എവിടെ ആയിരുന്നു? ഇത്രയും നാളെ ഇവരെ എവിടെ ആയിരുന്നു ഇത് കൊടുക്കാൻ? ഇതെന്തുകൊണ്ട് കൊടുത്തില്ല എന്നൊരു ചോദ്യം വരത്തില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. വിദേശയാത്രകൾക്കും പിന്നെ അതേപോലെ നവകേരള സദസ്സിനും അതിനും ഇതിനുമൊക്കെ വാരിക്കോരി പണം ചെലവാക്കാൻ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഈ പാവങ്ങൾക്ക് ഇത് കൊടുത്തുകൂടായിരുന്നു? അത് കൊടുക്കാമല്ലോ. അവർ പിച്ചച്ചട്ടിയായിട്ട് റോഡ് നിൽക്കുകയല്ലായിരുന്നു, എന്നിട്ട് കൊടുത്തില്ലല്ലോ. അപ്പോൾ ഈ പറയുന്നതിലൊന്നും അർത്ഥമില്ല. ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. നിങ്ങളുടെ നോക്കി വേണം നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ. ഞാൻ ഈ രാഷ്ട്രീയം വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഓരോ ആളുകളെ കണ്ടു വേണം ഇത് കൊടുക്കാൻ. അയാൾ പറയുന്ന പൊള്ളയാതെ വാഗ്ദാനങ്ങൾ കേട്ടുകൊണ്ട് ആർക്കും നിങ്ങളുടെ വോട്ട് കുത്തി കൊടുക്കരുത്. നിങ്ങൾ വളരെ ആലോചിച്ചും കണ്ടും വേണം ചെയ്യാൻ. അത് വളരെ ആലോചിക്കേണ്ടതാണ്. അല്ലാതെ ഇതുപോലുള്ള ജിമ്മിക്കുകളിൽ വീഴരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അങ്ങോട്ട് വരുന്നു. വന്ന ഉടനെയാണ് ഈ പരിപാടി അങ്ങോട്ട് വരുന്നത്. കാര്യം നേരെ ഈ 100 രൂപ കിറ്റ് എന്ന് പറയുന്നത് 1000 രൂപ ക്ഷേമ പെൻഷനായിട്ട് മാറി. അതായത് 400 രൂപ ആയി പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം കിറ്റിന് പകരം അത് കിട്ടി. ഇനി ഇത് ബാക്കി എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഈ സ്ത്രീ സുരക്ഷയ്ക്കുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് മഞ്ഞ കാർഡുകാർക്കും പിങ്ക് കാർഡുകാർക്കും മാത്രമേ ഉള്ളൂ. അതൊക്കെ നല്ലതാണ് കൊടുക്കുന്നത്, സ്ത്രീകൾക്കൊക്കെ കൊടുക്കണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതെവിടെ നിന്നെടുത്ത് കൊടുക്കും അത് ചിന്തിക്കണം. പണമില്ല, പക്ഷേ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. പിന്നെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഇവരുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ പണം കാണുമായിരിക്കും കൊടുക്കാൻ. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം.